സ്നേഹപാനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമ്മൾ നെയ്യിൻ്റെ കുപ്പി ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് അത് ഉരുക്കിയതിന് ശേഷം ആണ് അളന്ന് എടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നെയ്യ് ഉരുകി കിട്ടും. അപ്പോൾ കൃത്യമായിട്ടുള്ള അളവ് എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അത് എടുക്കാൻ കഴിയും. അപ്പോൾ ഒരു ഔൺസ് ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷറിംഗ് കപ്പോ ഒക്കെ എടുത്തിട്ട് വേണം അതിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. ഏകദേശം ഒരു 7-7:30 നെയ്യ് കഴിക്കാം. നമ്മൾ കുളിച്ചൊക്കെ വന്ന് നല്ല വിശപ്പൊക്കെ വന്നിട്ട് വേണം ഈ നെയ്യ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് മോരൊക്കെ കാച്ചി കുടിച്ച് ഈ വിശപ്പൊന്ന് വരുത്തുന്നത്. പിന്നെ നെയ്യിലേക്ക് നമ്മൾ നോക്കാതെ കണ്ണടച്ച് ഒന്നിച്ച് ആ നെയ്യങ്ങ് കഴിക്കണം. ഒറ്റ ഇറക്കിനങ്ങ് കഴിക്കണം. കുറേശ്ശെ ആയിട്ടല്ലാണ്ട് ഒന്നിച്ചങ്ങ് കഴിക്കുക. പിന്നെ മീതെ കുറച്ച് ചൂടുവെള്ളം കുടിക്കുന്നതും നല്ലതാണ്. ഒരു ചെറിയ ചെറുനാരങ്ങ മണപ്പിക്കാം. എന്തെങ്കിലും ഛർദ്ദിക്കാൻ വരെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മണപ്പിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ചെറുതായിട്ട് അതൊന്ന് തൊട്ട് നാവിൽ വെക്കാം. ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടി. വല്ലാണ്ട് ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് മാറ്റാനും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതൊക്കെ ചെയ്താൽ മതി. പിന്നെ മെയിനായിട്ടും നോക്കേണ്ടത് ഈ നെയ്യ് ദഹിക്കുന്നത് വരെ വേറെ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. ചൂടുവെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം ഓരോ മണിക്കൂറിലും. അങ്ങനെ അത്രയും വെള്ളം കുടിക്കാം. പക്ഷേ കുറേശ്ശെ സിപ്പായിട്ട് ഇങ്ങനെ ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം കൊടുക്കുന്ന നെയ്യ് അടുത്ത ദിവസമാകുമ്പോൾ അതിൻ്റെ ഡോസ് കൂട്ടിയിട്ടാണ് സാധാരണ ആൾക്കാരോട് പറയാറുള്ളത്. ചില ആൾക്കാർക്ക് ഒരേ ഡോസ് തന്നെ എല്ലാ ദിവസവും കഴിക്കാനും പറയാറുണ്ട്. അപ്പോൾ കൂട്ടി കൊടുക്കുന്ന ഡോസിൽ നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും അത് ദഹിക്കാനുള്ള സമയം കൂടുതൽ എടുക്കാം. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ ഡോസ് കൂടി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാം. ഈ ഇഞ്ചി വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ഇഞ്ചൊക്കെ വലിപ്പത്തിലുള്ള ഇഞ്ചി നല്ലോണം ചതച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലോണം ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ട് അത് കൂടെ കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് നെയ്യ് ദഹിച്ചോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കുടിച്ച് നോക്കുമ്പോൾ നെയ്യിൻ്റെ മണോ ടേസ്റ്റോ ഒന്നും വായിലേക്ക് വരാൻ പാടില്ല. അപ്പോഴാണ് നെയ്യ് നല്ലോണം ദഹിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ നെയ്യ് കഴിക്കുമ്പോൾ പല ആൾക്കാർക്കും തലവേദന, അല്ലെങ്കിൽ ശരീരത്തിനൊരു ഭാരം പോലെ തോന്നുക, അല്ലെങ്കിൽ കുറേശ്ശെ തരിപ്പോ ക്ഷീണോ അങ്ങനെ ചെറിയ വയറുവേദന അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുകളായിട്ട് തോന്നാറുണ്ട്. അതൊക്കെ നോർമലാണ് നെയ്യ് കഴിക്കുമ്പോൾ. അപ്പോൾ നെയ്യ് ദഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ദഹിച്ച് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഒരു 30 ml നെയ്യ് കഴിച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു 2.5-3 മണിക്കൂറാകുമ്പോഴേക്കും അത് ദഹിച്ചു പോകും. അപ്പോൾ അത് വീണ്ടും കൂടുതൽ ഡോസ് കൂട്ടുന്നതിനനുസരിച്ച് രാവിലെ ഒരു 7 മണിക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ 30 ml ഒരു 10 മണിയോടുകൂടി ദഹിക്കും. 60 ml ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ 12 മണി 1 മണി കഴിഞ്ഞിട്ടാണ് ദഹിക്കുള്ളൂ. അപ്പോൾ ആ ദഹിക്കണ വരെയും നമ്മൾ ചൂടുവെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഇനി നെയ്യ് ദഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ഭക്ഷണം കഴിക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം നെയ്യ് ദഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ഞി അല്ലെങ്കിൽ കഞ്ഞി വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യം കഞ്ഞി വെള്ളം കുടിക്കുക. പിന്നെ ഒരു 1 മണിക്കൂർ കഴിയുമ്പോൾ നല്ല കഞ്ഞിയായിട്ട് വിശപ്പനുസരിച്ചിട്ട് കഴിക്കാം. അപ്പം ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും വിശപ്പുണ്ടെങ്കിൽ 2.5-3 മണിക്കൂർ കൂടുമ്പോൾ കഞ്ഞി കുടിക്കാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും. ഇപ്പോൾ രാവിലെ ഒരു 10 മണിക്കാണ് കഞ്ഞി കുടിച്ചതെന്നുണ്ടെങ്കിൽ വീണ്ടും 12 മണിക്കും 4 മണിക്കും 8 മണിക്കൊക്കെ കഞ്ഞി കുടിക്കാം. അങ്ങനെ രാത്രി 8 മണി 9 മണി വരെയും കഞ്ഞി കുടിക്കാം, കുഴപ്പമില്ല. ഈ കഞ്ഞിയിൽ ചെറുപയർ മുളപ്പിച്ചത് ചേർത്തിട്ട് ഒന്നിച്ച് പ്രഷർ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കഞ്ഞി ഉണ്ടാക്കിയാൽ മതി. കഞ്ഞിക്ക് വേണ്ടിയിട്ട് അരിയോ അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പോ മില്ലച്ചോ ഒക്കെ വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കാം. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും പച്ചക്കറി സൂപ്പായിട്ട് കുടിക്കാം, അതും കുഴപ്പമില്ല. പിന്നെ ഒരു മഖാന വറുത്തത് അല്ലെങ്കിൽ മലര് ഇതൊക്കെ കുറേശ്ശെ ഒരു പിടി വൈകുന്നേരം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാം. പക്ഷേ ചായ കാപ്പി ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി തീരെ അതിനോട് ഭയങ്കര അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ ചായ കുടിക്കാം. പക്ഷെ അത് ഒഴിവാക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ നെയ്യ് നമ്മൾ നല്ലോണം ദഹിച്ച് ശരീരത്തിൽ പിടിക്കേണ്ട
കഴിക്കേണ്ട ആവശ്യം കൊണ്ട് ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ പച്ചക്കറികൾ ഏത് വേണമെങ്കിലും നല്ലോണം വേവിച്ച രീതിയിൽ മത്തൻ, കുമ്പളങ്ങ, വെള്ളരി ഇതൊക്കെ കഞ്ഞിയുടെ ഒപ്പം കഴിക്കാം. നമുക്ക് പടവലങ്ങ, ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ കഴിക്കാം. എല്ലാ പച്ചക്കറികളും കഴിക്കാം, ഇലക്കറികളും ഒക്കെ കഴിക്കാം. നമ്മൾക്ക് കഞ്ഞിയുടെ കൂടെ ഒന്ന് ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ എന്നാൽ ഉരുളക്കിഴങ്ങ്, കപ്പ, ചേമ്പ്, പപ്പായ, ചക്ക, മാങ്ങ, മധുരക്കിഴങ്ങ് ഇതൊന്നും കഴിക്കാൻ പാടില്ല. പരിപ്പ് വർഗ്ഗങ്ങളിലാണെങ്കിൽ നമുക്ക് കടല, വൻപയർ, മുതിര, ഉഴുന്ന് ഇത്ര 4 പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കാൻ പാടില്ല. ബാക്കിയൊക്കെ ചെറുപയർ പരിപ്പോ തുമരപ്പരിപ്പോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ കഞ്ഞിയുടെ കൂടെ ഇട്ടിട്ട് കഴിക്കാവുന്നതാണ്. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എല്ലാ ഭക്ഷണ സാധനങ്ങളും നല്ലോണം വെന്തുടഞ്ഞ രീതിയിൽ നല്ലോണം കുക്ക് ചെയ്തതിന് ശേഷം പ്രഷർ കുക്കറിൽ തന്നെ ഒരു 4-5 വിസിലൊക്കെ അടിച്ച് അങ്ങനെ കുക്ക് ചെയ്ത സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. പുറമേ നിന്നുള്ള ബേക്കറി, മൈദ, മധുരപലഹാരങ്ങൾ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ, വറുത്തത്, പൊരിച്ചത്, പിന്നെ നല്ല എരിവും പുളിയുള്ളത്, അല്ലെങ്കിൽ പാല്, തൈര്, പനീർ, പിന്നെ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, സാലഡ്സ് ഇതൊന്നും ഈ ഒരു നെയ്യ് കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ പാടില്ല. പിന്നെ പ്രത്യേകിച്ചും ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ, തണുത്ത വെള്ളം, പിന്നെ പുറമേന്ന് ഉള്ള ഭക്ഷണം ഇത് എങ്ങനെയായാലും ഒഴിവാക്കണം. അതും കഴിക്കാൻ പാടില്ല. ഇനി വേറെ എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ അല്ലാണ്ട് കുറച്ച് പഥ്യങ്ങളുണ്ട് ഈ നെയ്യ് കഴിക്കുന്ന സമയത്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാര്യം, നല്ലോണം ഉറക്കം വരും, പക്ഷെ ഉറങ്ങാൻ പാടില്ല. പകലൊരിക്കലും ഉറങ്ങാൻ പാടില്ല. ക്ഷീണം ഉണ്ടാവും, പക്ഷെ ചൂടുവെള്ളം കുടിച്ച് കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഉറങ്ങാതെ പിടിച്ചു നിർത്തണം. നെയ്യ് ദഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉറക്കം വരൽ കുറയുകയും ചെയ്യും. പിന്നെ നമ്മളെപ്പോഴും കുളിക്കുന്നത് നെയ്യ് കഴിക്കുന്നതിൻ്റെ മുന്നേ ആവണം. നെയ്യ് കഴിച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ പാടില്ല. അപ്പോൾ വീണ്ടും അത് ദഹനത്തിനെ ബാധിക്കും. അപ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. തലയ്ക്കാണെങ്കിൽ ഒന്ന് തണുപ്പ് മാറിയ വെള്ളം, തണുത്ത വെള്ളം യൂസ് ചെയ്യേണ്ട, കുറച്ച് ചൂടുവെള്ളം ചേർത്ത് തണുപ്പ് മാറിയ വെള്ളം യൂസ് ചെയ്യാം. പിന്നെ വല്ലാതെ കാറ്റും വെയിലൊന്നും തട്ടാതെ നോക്കണം, ഇൻഫെക്ഷനൊന്നും വരാതെ നോക്കണം ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും. ഭാരിച്ചിട്ടുള്ള എക്സസൈസ്, ജിമ്മിൽ പോവുക, അങ്ങനത്തെയൊക്കെയുള്ള ഭയങ്കര എക്സസൈസ്, ഭാരിച്ചുള്ള ജോലികൾ, നിലത്തിരുന്ന് തുടയ്ക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അലക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം. പിന്നെ സാധാരണ വീട്ടുജോലികളൊക്കെ ചെയ്യാം, പക്ഷേ നമ്മൾ കുറേ നേരം സിങ്കിലൊക്കെ ഇരുന്ന് തണുത്ത വെള്ളം കൊണ്ട് പാത്രം കഴുകുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വല്ലാണ്ട് തണുത്ത വെള്ളം കൊണ്ട് അങ്ങനെ പാത്രം കഴുകണ്ട. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ നെയ്യ് കഴിക്കുമ്പോൾ ബാക്കിയുള്ള മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ തൈറോയിഡൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഈ തൈറോയിഡിൻ്റെ മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം നെയ്യ് കഴിച്ചാൽ മതി. വിറ്റാമിൻ ഗുളികകൾ ഇപ്പോൾ നമ്മളിപ്പോൾ IVF-നൊക്കെ പോണ സമയത്താണ് ഈ നെയ്യ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും സപ്ലിമെൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാത്രി കിടക്കാൻ നേരത്ത്, നെയ്യൊക്കെ ദഹിച്ചതിന് ശേഷം രാത്രി കിടക്കാൻ നേരത്ത് വേണമെങ്കിൽ അത് കഴിക്കാം. പിന്നെ ശരീരത്തിലോ തലയിലൊന്നും എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. ക്രീമുകളും ഒഴിവാക്കുക. അപ്പം കാരണം എന്താ വെച്ചാൽ നമുക്ക് നെയ്യിൻ്റെ അത് സ്കിന്നിലൊക്കെ വന്നോ എന്നുള്ള ലക്ഷണങ്ങളൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റില്ല നമ്മൾ എണ്ണ തേച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ പറയണത്. പിന്നെ നെയ്യ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഛർദ്ദിച്ച് പോവും, അപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ ലൂസ് മോഷൻസ് ആയിട്ട് ഭയങ്കരമായിട്ട് പോവും. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് അളവിൽ മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ പറയുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് അളവുകൾ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സ്നേഹപാനത്തിൻ്റെ നമുക്ക് നല്ല ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാണേണ്ടത് വെച്ചാൽ ചർമ്മത്തിലൊക്കെ നല്ല സ്നിഗ്ധമായിട്ടുള്ള ചർമ്മം ഉണ്ടാവണം, നല്ല ഓയിലിനെസ് വരണം, പുറത്തേക്കൊക്കെ ഓയിലിനെസ് വരണം, ഫേസിലൊക്കെ ചിലപ്പോൾ ചെറിയ പിമ്പിൾസോ അല്ലെങ്കിൽ ഫേസൊക്കെ ഒരു ഗ്ലോ വന്നു അങ്ങനെയൊക്കെ തോന്നണം. മോഷനിലൂടെയും ആ നെയ്യ് ഇങ്ങനെ പോകണം, ലൂസായിട്ട് നെയ്യ് പോലെ പോവും ലാസ്റ്റ് ദിവസമൊക്കെ ആകുമ്പോഴേക്കും. അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് നമ്മൾ ഇതിൻ്റെ മെയിനായിട്ടും കണക്കാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യങ്ങൾ.